എന്താ മോളുടെ പേര്? ആത്മിക സംഗീത. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു ആത്മിക? 6ാം ക്ലാസ്സിൽ. നമസ്കാരം. സഞ്ജയ്. മാഷാണോ? അതെ അതെ. ഓക്കേ. പക്ഷേ മാഷ് പറ്റി പറയുകയാണെങ്കിൽ കാസർഗോട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെ പറയാം കേട്ടോ. ആണോ? അതായത് ചിത്രരചനയിൽ കഴിവ് തെളിയിച്ച ഒരാളാണ്. ഇപ്പം അരുൺ സാർ ഒരു ഫോട്ടോ അടക്കം വരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതാ. കൊള്ളാലോ. ഇതിനു മുമ്പ് ഒന്ന് കാണാം. ഇതുപോലെ ആളുകളുടെ ചിത്രം വരച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് അതുപോലെ പ്രതിപക്ഷ വി.ഡി. സതീശൻ സാറിന് നേരിട്ട് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ആണോ? അതെ. എവിടെയാ പഠിപ്പിക്കുന്നത്? ഞാൻ പടന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ് ആണ്. അതെ. ചിത്രരചനാധ്യാപകനും അല്ല, അല്ല ആർട്ടിസ്റ്റ് ആണ്. വരച്ചു കൊടുക്കാറുണ്ട്. വരച്ചു കൊടുക്കാറുണ്ട്. മോളാണ്. മോളാണ്. മോള് വരയ്ക്കോ? ചെറുതായി വരക്കും. ചെറുതായി വരയ്ക്കും. ഈ വരയോട് എപ്പോഴാണ് താല്പര്യം തോന്നി തുടങ്ങി? ചെറുപ്പത്തിലേ താല്പര്യമുണ്ട്. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ താല്പര്യം. കൊള്ളാലോ. അപ്പൊ നമുക്കൊന്ന് ചിത്രം നോക്കാം. നമ്മളെ പോലൊക്കെ തന്നെ ഇരിപ്പുണ്ട എന്ന് നോക്കാം. അപ്പം കൈകൊണ്ട് വരച്ച ചിത്രമാണ്. ഡോക്ടർ അരുണിന് സ്നേഹപൂർവ്വം. സഞ്ജയ് വെങ്ങാട്ട്. സഞ്ജയ് വെങ്ങാട്ട് എന്നാണ്. അതെ അതെ അതെ. വെങ്ങാട്ട് എന്ന് പറയുന്നത് അടുത്ത തറവാട്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല ഒരു ഗിഫ്റ്റാണ്. രാവിലെ കാസർഗോഡിൻ്റെ ഒരു സ്നേഹം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. സഞ്ജയ് വെങ്ങാട് എന്ന അധ്യാപകനാണ്. അദ്ദേഹം ഫിസിക്സ് അധ്യാപകനാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ ഏത് ജോലിയാണെങ്കിലും അതിനോടൊപ്പം മറ്റൊരു പാഷൻ കൂടി എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നിങ്ങൾ സാധാരണ സർക്കാർ ഓഫീസിലാണ് ജോലി എടുക്കുന്നതെങ്കിലും ഒരു യാത്രക്കാരനായാൽ മതി, ഒരു പാഷൻ ഉണ്ടായാൽ മതി. ആ ചിത്രം അടിപൊളി കേട്ടോ. സൂപ്പർ, എക്സലന്റ്. നോക്കൂ, ബ്യൂട്ടിഫുൾ. താങ്ക് യു സഞ്ജയ്, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ സ്നേഹത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്നു ഈ ചിത്രം. ഇതാണ് ആ ചിത്രം. കൊള്ളാല്ലേ? വണ്ടർഫുൾ. താങ്ക് യു സഞ്ജയ്. താങ്ക് യു ആത്മിക. വെക്കേഷൻ എന്താ ചെയ്യാനാ പരിപാടി? യാത്ര വല്ലതും പോകുന്നുണ്ടോ? ക്യാമ്പിൽ വല്ലതും പങ്കെടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. വാല്യുവേഷൻ ക്യാമ്പ് ആയതുകൊണ്ട് എവിടെയും പോകാൻ പറ്റുന്നില്ല. പേപ്പർ വാല്യുവേഷൻ ക്യാമ്പ് ആയതുകൊണ്ട് അച്ഛന് പോകാൻ പറ്റാത്തതുകൊണ്ട് മോളും കുടുങ്ങിയിരിക്കുക. എന്താ കൂട്ടുകാരികൾക്കൊപ്പം കളിക്കുന്ന കളികൾ എന്താ ഇപ്പം പുതിയ നിങ്ങളുടെ ജനറേഷൻ കളികൾ മൊബൈൽ ഫോണിലല്ലാതെ? കൊത്തങ്കല്ല് കളിക്കാറുണ്ട് അല്ലേ? പഴയ കാലത്ത് നമ്മൾ കളിച്ച കളികളൊക്കെ അല്ലേ മാഷേ? ഒരു കാലത്ത് നമുക്ക് പറയാൻ ഒരുപാട് കളികളുണ്ടായിരുന്നു. ഇപ്പൊ 2-3 കളികളിലേക്ക് ചുരുങ്ങി പോയല്ലോ. എത്ര കളികളായിരുന്നു അല്ലേ? ഈ സ്ക്വയർ കല്ല് വെച്ചിട്ടുള്ള കളികളുണ്ടായിരുന്നു. അതെന്താ ഇവിടെ പറയാ? അതാണോ ഈ കൊത്തങ്കല്ല്? അല്ലല്ല, അത് ഈ കളം വരച്ചിട്ട് ചാടുന്നതല്ലേ കൊത്തങ്കല്ല്? അല്ലല്ല, കൈ കൊണ്ട് കളിക്കുന്നതാണ് അല്ലേ? മറ്റേത് ദായംപറ. പല നാടുകളിൽ പല പേരുകളാണ് പല കളിക്ക്. അപ്പോൾ ഗംഭീരമാവണം ഇത്തവണത്തെ വെക്കേഷൻ. കൂടുതൽ വായിക്കുക. വായനശാലയിലൊക്കെ പോകാറുണ്ട്. ഓക്കെ. അപ്പം നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുക, നല്ല കളികളിലൊക്കെ ഏർപ്പെടുക, കൂട്ടുകാരുമായിട്ട് യാത്രയൊക്കെ പോവുക. അപ്പോൾ നമ്മുടെ ഫുട്ബോൾ താരങ്ങൾ ഇവിടെയുണ്ട്. മെസ്സി ആണെന്നല്ലേ പറഞ്ഞത്? മെസ്സി തന്നെയാണ്. മെസ്സിയെ പോലെയുണ്ട് കണ്ടാൽ. എന്താ പേര്? ദിൽജിത്ത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കന്നഡ അറിയോ? ഓക്കെ. സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. ഈ നാട്ടിൽ വളർന്നാൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ഭാഷകളും പഠിച്ചു വളരാനുള്ളൊരു സാഹചര്യമുണ്ട്. അതൊക്കെ നമ്മുടെ കുട്ടികൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫുട്ബോൾ കളിക്കണ്ടേ? ഡിഫൻഡറാണോ, സ്ട്രൈക്കറാണോ, ഗോൾ കീപ്പറാണോ? മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡിന് എന്താ സപ്ലയറാണ് മിഡ്ഫീൽഡ് അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് കണക്ട് ചെയ്ത് സ്ട്രൈക്കറിന് പന്ത് കൊടുക്കും. നല്ല പാസൊക്കെയാണോ? ലോങ് പാസോ ഷോർട്ട് പാസ്? ലോങ് പാസ് ഒക്കെ ചെയ്യും. കൃത്യമായിട്ട് ഷോർട്ട് പാസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യും. ട്രിബിളിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യോ? ഓ ഗ്രേറ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫുട്ബോൾ താരങ്ങളാണ് നമുക്ക് ഒപ്പമുള്ളത്. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട എന്നതാണ് നമ്മുടെ ക്യാമ്പയിൻ. റിപ്പോർട്ടർ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ തുടരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ തുടരുക. കാസർഗോഡ് നിന്നും സപ്തഭാഷാ സംഗമ ഭൂമിയിൽ നിന്നും നമ്മുടെ വാർത്താ പ്രഭാതയാത്ര തുടരുന്നു. നല്ല മനുഷ്യരെ നമ്മൾ കാണുന്നു, അവരുടെ വാർത്തകൾ കേൾക്കുന്നു, കഥകൾ അറിയുന്നു. ഹ്യൂമൻ ലൈബ്രറിയായി മനുഷ്യർ മാറുന്നു ഈ വാർത്താ പ്രഭാതത്തിൽ.